ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല രുചികരമായിട്ടുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ കാസ്ട്രോൾ റെസിപ്പി കേട്ടോ. നമ്മുടെ വീടുകളിലെ എല്ലാവർക്കും ബട്ടർ ചിക്കൻ ഇഷ്ടമാണല്ലോ. നമ്മൾ ബട്ടർ ചിക്കൻ്റെ കറി ഗ്രേവിയായിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ടല്ലോ. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് വേറെ രീതിയിൽ ഒരു നേരത്തെ മീലായിട്ട് തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. ഇത് ശരിക്കും ഒരു ട്രീറ്റ് ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത്രയധികം എളുപ്പത്തിൽ രുചികരമായിട്ടും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 300 ഗ്രാം ചിക്കൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1 ടീസ്പൂൺ കേട്ടോ. അതുപോലെ തന്നെ കശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, യോഗർട്ട് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ മസാലകളൊക്കെ അതിലോട്ട് പിടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ബട്ടറിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് കുക്കായിട്ടെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത് റെഡിയാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട ഒരു സോസ് റെഡിയാക്കാനുണ്ട്, ബെഷീമൽ സോസ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ഇനി ചേർക്കാനുള്ളത് മൈദപ്പൊടിയാണ്. അതും 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒരു പതക്കെ വരുന്ന സമയത്ത് ഇതിലോട്ട് ഇനി 1 കപ്പ് പാലാണ് ചേർക്കാനുള്ളത്. എൻ്റെ അടുത്ത് 1 കപ്പ് തികച്ച് പാലില്ലായിരുന്നു കേട്ടോ. പാലുള്ളത് എടുത്തതാണ്, 1 കപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അത്രേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ 1 കപ്പ് പാലുണ്ടെങ്കിൽ 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കട്ടിയാകുന്ന വരെ ഒന്ന് തിക്കാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാണ്ട്, ഒറിഗാനോ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതല്ല നെറ്റ്മഗ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഫ്ലേവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് ബട്ടറും മൈദപ്പൊടിയും അതുപോലെ തന്നെ പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ കുക്ക് ചെയ്ത അതേ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടൊമാറ്റോ അരച്ചത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിലോട്ട് ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് കുറച്ച് സ്പൈസസ് ആണ്. അതിന് വേണ്ടിയിട്ട് കശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചിക്കൻ സീസണിങ് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതൊരു ടീസ്പൂണ്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് ഇനി ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണം നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതൊരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇത് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തിക്കായി വരും നമ്മുടെ ഗ്രേവി. അപ്പോൾ എനിക്ക് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ചുറ്റുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ. അതിലോട്ട് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കാഷ്യൂ പേസ്റ്റിന് പകരം അതെടുക്കുന്നതാവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാഷ്യൂ പേസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡും നോർമലി നമ്മളെ വീട്ടിലുള്ള മറ്റേ ടോസ്റ്റഡ് ബ്രെഡും ഏതോ വേണ്ടത് അതിൽ ചെയ്തെടുക്കുക. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് ഭാഗം ചെറുതായിട്ടൊന്ന്, ആ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു ട്രേയിൽ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 പീസ് സാൻഡ്വിച്ച് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മസാല മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മസാലയുടെ അളവ് കുറച്ചാൽ ഒരു 7-8 പീസ് വരെ ബ്രെഡ് നമുക്ക് ഇട്ട് കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ അളവ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബെഷീമൽ സോസ് നന്നായിട്ട് ഒഴിച്ചെടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ആകുന്നവരെ അതിൽ ആക്കിയതിന് ശേഷം മുകളിലായിട്ട് മസാല വെക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മോസ്സറല്ല ചീസാണ്. ചീസ് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചീസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒറിഗാനോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ മോസ്സറല്ല ചീസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കം, ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം
ഗ്രീൻ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീനോ റെഡോ എന്താ ഉള്ളത് വെച്ചാൽ റെഡോ യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് പ്രീ ഹീറ്റഡ് ഓവനിൽ ചീസ് മെൽറ്റ് ആവുന്ന വരെ വെച്ച് ജസ്റ്റ് ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെ ഞങ്ങൾക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒരു നേരത്തെ മീലായിട്ട് തന്നെ അത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അതുപോലത്തെ കാസറോൾ റെസിപ്പീസ് ബ്രെഡ് വെച്ചിട്ട് ഇതിന് മുൻപും 1-2 വീഡിയോസ് ചെയ്തതുണ്ട്. ഇത് ബട്ടർ ചിക്കൻ്റെ ഫ്ലേവറിലാണ്, അത് വേറെ ഒരു ഫ്ലേവറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഓവണില്ലാത്തവർക്ക് ഇത് ജസ്റ്റ് നമ്മൾ കേക്കൊക്കെ മെൽറ്റ് ചെയ്യുന്ന പോലെ ചീസൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചീസ് വേറെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചീസൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ ചീസ് മെൽറ്റ് ആകുന്ന രീതിയിൽ വെച്ചാൽ മതി. കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കുക. സമയമെടുക്കും, അത്ര ചീസ് മെൽറ്റ് ആകാനുള്ളൊരു സമയമെടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.